നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന വാർത്താ സന്ധ്യ ആരംഭിക്കുകയാണ്. ഞാൻ അനുജ. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. അല്പസമയം മുൻപ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് വിശദമായി സംസാരിച്ചു. പല കാര്യങ്ങളിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കി. ആ വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ സഹായത്തിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചു മുഖ്യമന്ത്രി. ദുരന്തബാധിതരെ കേന്ദ്രം ദ്രോഹിക്കുന്നു. ദുരന്തം സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകിയില്ലെന്ന് പറഞ്ഞ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജനങ്ങളെയും പാർലമെന്റിനെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. SDRF-ൽ നിന്ന് തുക ചെലവഴിക്കുന്നതിൽ പരിമിതിയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം 100 ദിവസത്തിലധികമായി. മെമ്മോറാണ്ടം സമർപ്പിച്ചിട്ട് 3 മാസത്തിലധികമായി. കേന്ദ്ര സംഘം വന്നുപോയിട്ടും മാസങ്ങളായി. ഇതിനിടയിൽ മറ്റു പല സംസ്ഥാനങ്ങൾക്കും രേഖാമൂലം ആവശ്യപ്പെടാതെ തന്നെ സഹായം നൽകിയിട്ടുണ്ട്. എന്നിട്ടും പ്രത്യേക ധനസഹായമായി 1 രൂപ പോലും കേരളത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ റിപ്പോർട്ട് വൈകിയതുകൊണ്ടാണ് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാത്തത് എന്ന വിചിത്രവാദമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരളത്തിൽ നിന്നുള്ള MP-മാർക്കുള്ള മറുപടിയായി പറഞ്ഞിരിക്കുന്നത്. ഇത് ദുരന്ത മേഖലയിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയാണ്. വിഴിഞ്ഞം വിഷയത്തിലും കേന്ദ്രത്തിന് ഇരട്ടത്താപ്പെന്ന് മുഖ്യമന്ത്രി. VGF ഒറ്റത്തവണ ഗ്രാന്റാണ്. VGF ചെയ്ത ഒരു പദ്ധതിക്കും തിരിച്ചടവ് എന്ന മാനദണ്ഡമില്ല. കേരളവും ഈ രാജ്യത്തിന്റെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന് മേൽ അധിക ബാധ്യത ചുമത്താനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. VGF തിരിച്ചടവ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ പുതിയ നിലപാട് സ്വീകരിച്ചതോടെ ഇത്രയധികം തുക ഇനി കേരളം സ്വന്തം നിലയിൽ കണ്ടെത്തേണ്ട അവസ്ഥയാണ്. നിബന്ധന അംഗീകരിച്ചാൽ തുച്ഛമായ തുക മുടക്കുന്ന കേന്ദ്ര സർക്കാർ വലിയ ലാഭവിഹിതം പിടിച്ചടക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. കേന്ദ്ര സർക്കാർ തങ്ങളുടെ പകപോക്കൽ സമീപനം വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലും തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്മാർട്ട് സിറ്റി പദ്ധതി നിന്നു പോകില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ടീകോം വാങ്ങിയ സ്ഥലമാണ് തിരികെ കൊടുക്കുന്നത്. നഷ്ടപരിഹാരമെന്ന് വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത്. ശ്രീജിത്ത്, അതിലേറ്റവും പ്രധാനം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ പലതരത്തിൽ പ്രതികരണങ്ങൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയ മറുപടി, അതിന്മേലുള്ള പ്രതികരണം, റവന്യൂ മന്ത്രിയുടെ പ്രതികരണം ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കൃത്യമായൊരു പ്രതികരണം നടത്തുന്നത് ഇപ്പോഴാണ്. അതിൽ എന്താണ് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് റിപ്പോർട്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നു. അത് നവംബറിലാണ് സമർപ്പിച്ചത്. പക്ഷേ അതൊരിക്കലും ഇതിന് ദുരിതാശ്വാസമായി നൽകേണ്ടുന്ന തുകയുമായി അതിനെ ബന്ധപ്പെടുത്തേണ്ടതില്ല എന്ന് പറയുന്നു. SDRF-ന്റെ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്നു. അങ്ങനെ ഇക്കാര്യത്തിൽ ഏത് തരത്തിലേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അനുജ, മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനിരയായവർക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നത് ആ ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്. SDRF-ൽ നിന്ന് പണം ചെലവഴിക്കുന്നതിന് കർശനമായ മാനദണ്ഡങ്ങളുണ്ട്. ഉദാഹരണത്തിന് വയനാട് ഈ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് കുറഞ്ഞത് 10 ലക്ഷം രൂപ എങ്കിലും ചെലവിട്ടാണ്. SDRF ഫണ്ടിൽ നിന്ന് അത്രയും തുക ചെലവാക്കി വീട് നിർമ്മിക്കാൻ മാനദണ്ഡങ്ങൾ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് സർക്കാർ പ്രത്യേകമായി ഒരു സഹായം കേരളത്തിനായി, ഈ വയനാടിനായി ആവശ്യപ്പെടുന്നത്. എന്നാൽ ഈ SDRF ഫണ്ടിൽ നിന്ന് എൻ്റെ കാര്യം പറഞ്ഞ് കേന്ദ്ര സർക്കാർ പറയുന്ന കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമാണ്. ഒപ്പം തന്നെ ഈ PDNA റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യം, PDNA റിപ്പോർട്ട് ദുരന്തം കഴിഞ്ഞ ശേഷം സമയമെടുത്ത് മാത്രമേ തയ്യാറാക്കാൻ കഴിയൂ. PDNA റിപ്പോർട്ട് 3 മാസത്തിനകം തയ്യാറാക്കി നവംബർ 13 തന്നെ നൽകിയിട്ടുണ്ട്. എന്നാൽ സഹായം നൽകുന്നതിന് PDNA റിപ്പോർട്ട് ഒരു ആധികാരിക രേഖയാണെന്ന് എവിടെയും പറയുന്നില്ല. അതുമാത്രമല്ല, സമാനമായ ദുരന്തങ്ങളുണ്ടായ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ റിപ്പോർട്ട് 3 മാസം സമയമെടുത്താണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ കേരളം പ്രത്യേകമായ ഒരു കാലതാമസം ഇക്കാര്യത്തിൽ വരുത്തിയെന്ന് പറയുന്ന വാദം തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തോട് ഒരു പ്രത്യേകതരം വിവേചനപരമായ സമീപനമാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പുലർത്തിപ്പോരുന്നത്. തെലങ്കാനയ്ക്കും ഒപ്പം തന്നെ അസമിനും അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക്, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകുമ്പോൾ ഇവിടെ UDF-ഉം LDF-ഉം BJP-ക്ക് വിരുദ്ധമായ സമീപനമായതുകൊണ്ട് മാത്രം കേരളത്തോട് പ്രത്യേക തരത്തിലുള്ള വിവേചനം കാണിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി ആരോപിച്ചത്. എന്നാൽ ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് സഹായം നൽകുന്നതിന് സംസ്ഥാനം എതിരല്ല, മറിച്ച് കേരളത്തിന് അർഹമായ സഹായം ലഭിക്കണം എന്ന് മാത്രമാണ് കേരളം ആവശ്യപ്പെടുന്നത് എന്ന് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അനുജ.
അതിലൊരു കാര്യം കൂടി, ഇപ്പോൾ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് അതെന്താണ്, ടീകോമിന് നഷ്ടപരിഹാരം നൽകുന്നു എന്നൊക്കെയുള്ളതിനൊക്കെയുള്ള മറുപടി മുഖ്യമന്ത്രി പറയുന്നത് എങ്ങനെയാണ്? മറ്റൊന്ന്, വിഴിഞ്ഞം പദ്ധതിയുടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട്, അതിൽ കേന്ദ്രമെടുത്തിരിക്കുന്ന നിലപാടും അതും വിവേചനം എന്ന തരത്തിൽ തന്നെയല്ലേ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്? അനുജ, ടീകോമിന്റെ കാര്യത്തിലും മുഖ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണം വരുന്നത് ഇപ്പോഴാണ്. കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ടീകോം പിന്മാറിയിരിക്കുന്നു. ആ പിന്മാറിയതിന്റെ കാരണം എന്താണ് എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി ഉത്തരം നൽകിയില്ല. എന്നാലും ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കുന്നു എന്നത് ഒരു തെറ്റായ ചിത്രീകരണമാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ടീകോം ഈ പദ്ധതിക്കായി മുടക്കിയ ഓഹരി മൂല്യമാണ് ഒരു ഇൻഡിപെൻഡന്റ് വാല്യുവേറ്ററെ നിയോഗിച്ചുകൊണ്ട് നൽകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്. 94 കോടി രൂപയിൽ പരം ഈ ഓഹരി മൂല്യമായി 84% ഓഹരി മൂല്യത്തിന്റെ തുകയായി ഇവിടെ ടീകോം മുടക്കിയിട്ടുണ്ട്. ആ പണം തിരിച്ചു നൽകണമെന്ന് കൃത്യമായ വ്യവസ്ഥയുണ്ട്. അതിനെ നഷ്ടപരിഹാരമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല. മാത്രമല്ല, ഇത് രണ്ട് ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള ഇടപാടാണ്. UAE ഗവൺമെൻറ്റും കേരളവും തമ്മിൽ വളരെ നല്ല ഊഷ്മളമായ ബന്ധമുള്ള രണ്ട് സർക്കാരുകളാണ്. മാത്രമല്ല, മലയാളികളായ ആളുകൾ അവിടെ ദീർഘകാലമായി പണിയെടുക്കുന്നുണ്ട്. അത്തരമൊരു സർക്കാരുമായി ഒരു മോശം ബന്ധം ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ ഏറ്റെടുക്കുന്ന ഭൂമി ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ സ്വകാര്യ പങ്കാളികൾക്കോ പതിച്ചു കൊടുക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അത് സർക്കാർ നിയന്ത്രണത്തിൽ തന്നെ നിലനിർത്തും. അവിടെ സ്വകാര്യ കമ്പനികളുടെ അടക്കം സ്ഥാപനങ്ങൾ വരും. ഇപ്പോൾ തന്നെ ഇൻഫോ പാർക്കിലെ ഭൂമിയുടെ 99% IT-യും IT അനുബന്ധ സ്ഥാപനങ്ങളും ഉപയോഗിക്കുകയാണ്. ബാക്കിയുള്ള വികസനത്തിനായി കമ്പനികൾ കാത്തു നിൽക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വികസനത്തിന് ഉപയോഗപ്പെടുത്തുന്ന തരത്തിലാണ് കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി പദ്ധതി ഭാവിയിൽ ഉപയോഗപ്പെടുത്താൻ പോകുന്നത്. അത് സർക്കാരിൻ്റെ പൊതുമേഖലയിൽ നിയന്ത്രണത്തിൽ തന്നെ നിലനിൽക്കും. മറിച്ച് ആർക്കെങ്കിലും സ്വകാര്യ വ്യക്തികൾക്കോ കമ്പനികൾക്കോ എഴുതി കൊടുക്കുന്ന പതിച്ചു കൊടുക്കുന്ന ഒരു സമീപനമില്ല. ഈ നഷ്ടപരിഹാരം നൽകുന്നു എന്ന് പറയുന്നത് തെറ്റായ ചിത്രീകരണമാണ്. മുടക്കിയ തുകയുടെ മൂല്യമാണ് തിരികെ നൽകുന്നത്. അതിന് കരാറിൽ കൃത്യമായ വ്യവസ്ഥയുണ്ട്. മറിച്ച് വ്യവസ്ഥയില്ല എന്ന് പറയുന്ന തരത്തിലുള്ള വാദങ്ങൾ തെറ്റാണ് എന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു. വിഴിഞ്ഞം BGFന്റെ കാര്യത്തിലാണെങ്കിൽ ഇത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങിന്റെ കാര്യത്തിൽ കേന്ദ്രം ഇതുവരെ സ്വീകരിച്ച സമീപനങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ സമീപനമാണ് വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ സ്വീകരിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണം. കാരണം ഈ രാജ്യത്തിനാകെ ഗുണകരമായ ഒരു പദ്ധതിക്ക് മുടക്കുന്ന പണത്തിന്റെ ലാഭവീതം ആവശ്യപ്പെടുന്ന സമീപനം തീർത്തും തെറ്റാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അനുജ, അതെ, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്നുള്ളത് ഒറ്റത്തവണ ഗ്രാന്റ് ആണ്. അത് തിരിച്ചു വാങ്ങുക എന്നത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. അങ്ങനെ വിവിധ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി നിലപാട് അറിയിച്ചു. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, മുനമ്പം വഖഫ് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി UDF-ലും ലീഗിലും ഭിന്നത. വഖഫ് ഭൂമിയല്ല എന്ന VD സതീശന്റെ വാദത്തെ KM ഷാജിക്ക് പിന്നാലെ ET മുഹമ്മദ് ബഷീറും തള്ളി. നിയമപണ്ഡിതരുമായി സംസാരിച്ചാണ് നിലപാട് വ്യക്തമാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചു. ഉടമസ്ഥാവകാശം ചർച്ചയാക്കേണ്ട എന്നും മുനമ്പത്ത് താമസിക്കുന്നവരെ കുടിയൊഴിപ്പിക്കാതെയുള്ള പ്രശ്നപരിഹാരമാണ് വേണ്ടതെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാദത്തെ ആദ്യം തള്ളിയത് ലീഗ് നേതാവ് KM ഷാജിയാണ്. വഖഫ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉന്നയിച്ചുള്ള തർക്കം ലീഗ് മുൻകൈയെടുത്ത് നടക്കുന്ന സമവായ ശ്രമങ്ങൾക്ക് തിരിച്ചടിയുണ്ടാക്കുമെന്ന തിരിച്ചറിവിലാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ലീഗിന്റെ നിലപാട് ഇന്ന് വീണ്ടും വ്യക്തമാക്കിയത്. KM ഷാജിയുടേത് പ്രസംഗത്തിലെ ശൈലിയാണെന്ന് പറഞ്ഞ ഉടമസ്ഥാവകാശ വിവാദം ലീഗ് തള്ളി. ലീഗിന്റെ അത് ഓരോരുത്തർ പ്രസംഗിക്കുമ്പോൾ ഓരോ ശൈലിക്കും വേണ്ടി അതൊന്നും പറയും, അത്രേ ഉള്ളൂ. അത് മുസ്ലിം ലീഗ് കാര്യമായിട്ട് എടുക്കുന്നത്. മുസ്ലിം ലീഗിന്റെ അഭിപ്രായം മുസ്ലിം ലീഗ് പറഞ്ഞു അയച്ചിട്ടുണ്ട്. അത് തന്നെയാണ്, അതിലാർക്കും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഉടമസ്ഥാവകാശ തർക്കത്തിന് പ്രസക്തിയില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി. പരസ്യമായ ആണ് അല്ല എന്നുള്ള ഒരു തർക്കം അത് BJPക്കും അതുപോലെ തന്നെ ഇത് തീർക്കാത്ത അടുത്ത വർഷത്തിനൊക്കെ ഗുണം ചെയ്യുന്ന ഒരു അനാവശ്യമായ കോൺട്രവേഴ്സിയാണ് എന്നുള്ളതാണ്. ഇതിനു പിന്നാലെ ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ട ET മുഹമ്മദ് ബഷീർ പ്രതിപക്ഷ നേതാവിനെ തിരുത്തി. വഖഫ് ഭൂമിയാണെന്ന് അംഗീകരിച്ചുകൊണ്ടുള്ള സമവായ ചർച്ചയാണ് വേണ്ടതെന്നും ET വ്യക്തമാക്കി. ഇത് വഖഫ് ഭൂമി തന്നെയാണ്, അത് വഖഫ് ഭൂമി അല്ല എന്നുള്ള വാദം തെറ്റാണ്. മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിലും ഇത് വഖഫ് സ്വത്തല്ല എന്ന് പറഞ്ഞിട്ടേയില്ല. നിയമപണ്ഡിതരോട് സംസാരിച്ചാണ് നിലപാട് വ്യക്തമാക്കിയതെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. സംഘപരിവാറിന്റെ കെണിയിൽ ആരും വീഴരുതെന്നും പ്രതിപക്ഷ നേതാവിന്റെ മുന്നറിയിപ്പ്. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണമെങ്കിൽ ഈ വഖഫ് ബില്ല് കൊണ്ടുവന്നാലേ ഇത് പാസ്സായാലേ പരിഹരിക്കുള്ളൂ എന്നുള്ള സംഘപരിവാറിന്റെ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയിലേക്ക് എല്ലാവരും എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയാണ്. ആ കെണിയിൽ എല്ലാവരും വീഴാതിരിക്കാൻ നോക്കുക, അത്രയല്ലേ. മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ സാദിഖ് അലി തങ്ങൾ നേരിട്ടിറങ്ങിയതിനു പിന്നാലെ ഉണ്ടായ വിവാദങ്ങളിൽ ലീഗ് നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്.
വഖഫ് ഭൂമിയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നതും അതിന് ലീഗ് നേതാക്കൾ പരസ്യമായി മറുപടി പറയുന്നതും വർഗീയ ശക്തികൾക്കാണ് ഗുണം ചെയ്യുകയെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. മുനമ്പത്തെ പ്രശ്നപരിഹാരത്തിന് ലീഗ് അനാവശ്യ വിട്ടുവീഴ്ച ചെയ്യുന്നുവെന്ന് ചില മുസ്ലിം സംഘടനകളും വിമർശിച്ചിരുന്നു. മുനമ്പം പ്രശ്നപരിഹാരം സർക്കാർ അനാവശ്യമായി വൈകിപ്പിക്കുകയാണെന്നാണ് പ്രതിപക്ഷ വിമർശനം. അതിനിടെയാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി UDF-നകത്തുണ്ടായ ഭിന്നത പരസ്യമായത്. 24 മലപ്പുറം. അതിനിടെ മുനമ്പം വിവാദത്തിൽ പരസ്യ പ്രസ്താവന വിലക്കി മുസ്ലിം ലീഗ്. ഭൂപ്രശ്നം രമ്യമായി സർക്കാർ പരിഹരിക്കണമെന്നതാണ് പാർട്ടി നിലപാടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മറ്റൊരു പ്രസംഗവും ലീഗിന്റെ അക്കൗണ്ടിൽ കൂട്ടേണ്ടെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. പരസ്യ പ്രസ്താവനകളൊന്നും ഈ വിഷയം മുസ്ലിം ലീഗിന്റെ നേതാക്കളിൽ നിന്നൊന്നും ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. നേരത്തെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ലീഗിന്റെ തീരുമാനം എന്താണെന്ന്. അതുതന്നെയാണ് ലീഗിന്റെ തീരുമാനം, അതിലൊരു മാറ്റമില്ല. അത് മുനമ്പത്തെ ഇഷ്യൂസ് അത് ഗവൺമെൻറ് അത് പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ്. അത് മുനമ്പം വിഷയമായാലും ഏത് വിഷയത്തിലായാലും മുസ്ലിം ലീഗ് സാമുദായിക സൗഹാർദ്ദത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. അത് തന്നെയാണ് ലീഗിൻ്റെ നയം. അതല്ലാത്ത പ്രസംഗങ്ങളും മറ്റൊന്നും അത് ലീഗിൻ്റെ അക്കൗണ്ടിൽ നിങ്ങളാരും അത് പെടുത്തേണ്ടതില്ല. വിഭാഗീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമസ്ത ലീഗ് നേതൃത്വങ്ങൾ വിളിച്ച സമവായ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. സമസ്തയിലെ ലീഗ് വിരുദ്ധ പക്ഷം യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. ചിലർ അസൗകര്യം അറിയിച്ചിട്ടുണ്ടെന്നും മുശാവറയ്ക്ക് ശേഷം വീണ്ടും ചർച്ച നടക്കുമെന്നും സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. നേതൃത്വം വിളിച്ചാൽ ചർച്ചയ്ക്ക് വരാതിരിക്കുന്നത് ധിക്കാരമാണെന്ന സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സമ്മർദ്ദ വാക്കുകളും ഫലം കണ്ടില്ല. സമസ്തയിലെ ലീഗ് വിരുദ്ധ പക്ഷം സമവായ ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നു. ഇതോടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിളിച്ചു ചേർത്ത ആദ്യ ചർച്ച തന്നെ പാളി. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ, MT അബ്ദുള്ള മുസല്ലിയാർ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രശ്ന പരിഹാര ചർച്ച. സമസ്തയിലെ ലീഗ് അനുകൂല പക്ഷമായ അബ്ദുസമദ് പൂക്കോട്ടൂർ, നാസർ ഫൈസി കൂടത്തായി തുടങ്ങിയവർ ചർച്ചയ്ക്കെത്തി. ഉസ്താമാർ വിളിച്ചതാണ് ചർച്ചയ്ക്ക്, അല്ല ഞങ്ങൾ ഉണ്ടാക്കിയ ചർച്ചയല്ല. വിളിച്ചു, ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയുകയും രേഖാമൂലം സമർപ്പിക്കുകയും ചെയ്തു. സംശയമുണ്ടോ? ഞങ്ങൾ അച്ചടക്കം പറഞ്ഞാൽ വരാന്നുള്ളതാണ്. യോഗത്തിന് ശേഷം സംയുക്ത വാർത്താ സമ്മേളനം. ചില ആളുകൾ വരാനുള്ള അസൗകര്യം അറിയിച്ചിരുന്നുവെന്നും ചർച്ച മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചതായും ജിഫ്രി തങ്ങൾ. രണ്ട് വിഭാഗം എന്ന് പറഞ്ഞത് സമസ്തയിലില്ല. അത് അങ്ങനെ മനസ്സിലാക്കുന്നത് തെറ്റാണ്. അത് അവര് ഓരോരുത്തർക്കുള്ള നിഗമനം അനുസരിച്ച് പ്രവർത്തനത്തിനുള്ള അത് ചെയ്തിട്ടുണ്ടാവാം. മനസ്സിലായില്ലേ? ഇപ്പൊ അവർക്ക് അസൗകര്യം ഉണ്ടായതുകൊണ്ട് വന്നില്ല, അടുത്ത് ഇരുത്തും എന്ന് പറഞ്ഞു. അഭിപ്രായ വ്യത്യാസം കൂടിയിരുന്ന് പറഞ്ഞു തീർക്കുക എന്നതാണ് ഉദ്ദേശിച്ചിരുന്നതെന്ന് സാദിഖ് അലി തങ്ങൾ. സമസ്ത ഒറ്റക്കെട്ടായി പോകണമെന്നുള്ളത് നമ്മൾ സുന്നികളുടെ മാത്രം ആവശ്യമല്ല, അത് സമൂഹത്തിന്റെ തന്നെ ആവശ്യമാണ്. എല്ലാ വിഭാഗം ജനങ്ങളുടെ ആവശ്യമാണ് സമസ്ത ഒറ്റക്കെട്ടായി പോവുക എന്നുള്ളത്. അതിനൊരു വീഴ്ച വരാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഇപ്പം ഞങ്ങൾ ഇന്നിവിടെ കൂടി. ചുരുക്കത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിളിച്ചു ചേർത്ത ചർച്ചയിലെ കല്ലുകടി എത്ര വലിയ വിള്ളലാണ് നിലനിൽക്കുന്നത് എന്ന് കൂടുതൽ തെളിയിക്കുന്നതായി മാറി. 24 മലപ്പുറം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ തന്നെ ബില്ല് അവതരിപ്പിച്ചേക്കുമെന്നാണ് സൂചന. അതിനിടെ രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഖറിനെതിരെ അവിശ്വാസ പ്രമേയ നീക്കവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. ചെയർമാൻ പക്ഷപാതപരമായി പെരുമാറുന്നു എന്നാരോപിച്ചുള്ള പ്രമേയത്തിൽ 70 അംഗങ്ങൾ ഒപ്പുവെച്ചു. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, ഈ സമിതി നേരത്തെ തന്നെ റിപ്പോർട്ട് നൽകിയതാണ്. ഇപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് ഉടൻ തന്നെ അവതരിപ്പിക്കുമെന്നതാണോ വിവരം? മറ്റൊന്ന്, ജഗ്ദീപ് ധൻഖറിനെതിരായ നീക്കം എന്താണ്? ചുരുക്കി. അനുജ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് തീരുമാനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. ഈ സമ്മേളനത്തിൽ തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനായുള്ള ബില്ല് അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. രാംനാഥ് കോവിന്ദ് സമിതി സമർപ്പിച്ച റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നു. ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ വരുന്ന സമ്മേളനത്തിൽ ഈ ബില്ല് അവതരിപ്പിക്കുക, തുടർന്ന് അതുമായി മുന്നോട്ട് നീങ്ങുക. പ്രതിപക്ഷം ഇതിനകം തന്നെ രാംനാഥ് കോവിന്ദ് സമിതിക്ക് നൽകിയ റിപ്പോർട്ടിൽ അവരുടെ മൊഴികളിൽ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബില്ല് അവതരണ ഘട്ടത്തിലും പ്രതിപക്ഷത്തിൽ നിന്നും എതിർപ്പുണ്ടായേക്കും. ആ ഘട്ടത്തിൽ JPCക്ക് വിടാൻ അടക്കം തീരുമാനിച്ചാണ് ഈ ബില്ല് സർക്കാർ കൊണ്ടുവരുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതേസമയം ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന് എതിരെ അവിശ്വാസ പ്രമേയത്തിനായുള്ള നീക്കങ്ങൾ പ്രതിപക്ഷം ആരംഭിച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും സഭയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ പക്ഷപാതപരമായി നിലപാടെടുക്കുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ നീക്കം. ആം ആദ്മി പാർട്ടിയും സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും അടക്കം 70 അംഗങ്ങൾ ഇതിനകം തന്നെ ഈ പ്രമേയത്തിൽ ഒപ്പുവെച്ചു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ലഭ്യമാകുന്ന വിവരം. മല്ലികാർജുൻ ഖാർഗെ ആയിരിക്കും ഇതുമായി മുന്നോട്ട് പോകുക. അനുജ.
ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. തിരികെ വാർത്താസന്ധ്യയിലേക്ക്. ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. വാർത്താസന്ധ്യ അവസാനിക്കുകയാണ്.